Hi all, are you a BE Tech student or a GATE aspirant? Then this orientation is for you. So basically, ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിഗാർഡിംഗ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ BTech, റിഗാർഡിംഗ് ഗേറ്റിൻ്റെ പാറ്റേൺ ആൻഡ് ഓൾസോ അവർ ക്വാളിഫയേഴ്സ്, നമ്മുടെ ഗേറ്റ് ക്വാളിഫയേഴ്സ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ആഫ്റ്റർ BTech വാട്ട്, വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം BTech കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആണ്. ഹയർ സ്റ്റഡീസ് പോകണോ, ജോലിക്ക് പോകണോ, എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ത്രൂ ഔട്ടായിട്ട് എല്ലാവർക്കും ഉണ്ട്. സോ ആ ഒരു കൺഫ്യൂഷൻ തന്നെ മെയിൻ കാര്യമാണ്. കാരണം ഫ്രണ്ട്സ് പോകുന്ന പാത്തിന് പോകുന്നോ ഇല്ലേ, ഒരുപാട് ചോയ്സസ് ഉണ്ട് അല്ലേ. BTech കഴിഞ്ഞ് MBAക്ക് പോവാം, MTechന് പോവാം, ജോബ് തന്നെ ഒരുപാട് സെക്ടർ ജോബ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻസ് എന്താണ്, എല്ലാവർക്കും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. എന്ത് വേണമെന്നുള്ളത്, ഹയർ സ്റ്റഡീസ് പോകണോ, ജോലി വേണോ, ഇതാണ് മെയിൻ കാര്യം, ഏതിന് പോകണോ എന്നുള്ളത്. സോ ബേസിക്കലി നമ്മൾ ഈ ജോബ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെയും പല ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഐദർ നിങ്ങൾക്ക് എന്താണ് ഒരു എംപ്ലോയർ ആയിട്ട് എന്താണ് ജോലി ചെയ്യാം, യു ക്യാൻ ബി ആൻ എംപ്ലോയർ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഫിക്സഡ് സാലറിക്ക് എന്താ വർക്ക് ചെയ്യാം. ഓർ നിങ്ങൾക്ക് എന്താണ് യു ക്യാൻ ബി എ സെൽഫ് എംപ്ലോയർ, സ്വന്തമായിട്ട് എന്താ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓൺ എ സ്മോളർ സ്കെയിൽ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്താ യു ക്യാൻ ബി എ ബിസിനസ് മാൻ, സ്വന്തമായിട്ടൊരു ബിസിനസ്, ഒരു TCS, വിപ്രോ പോലത്തെ വലിയ ഫേംസ്, സെൽഫ് എംപ്ലോയിനെക്കാട്ടും ഒരു ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ള ഒരു ഫേംസ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഫൈനലി എന്താണ് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ ആവും, സ്വന്തമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അതിൽ റിട്ടേൺസ് വാങ്ങിക്കുക, ഇങ്ങനെ പോവാം. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിലും മെജോറിറ്റി ഒരു 90% സ്റ്റുഡൻസും സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ എംപ്ലോയർ ആണ്. കാരണം നമുക്കറിയാം, ആലോചിച്ചാൽ തന്നെ അറിയാം, എന്താ ഒരു ഫിക്സഡ് സാലറി നമുക്ക് മന്ത്ലി കിട്ടും, കുഴപ്പമില്ല, മുമ്പോട്ടേക്ക് പോവാം. ബട്ട് വൈൽ സെലക്ടിങ് ദാറ്റ് എംപ്ലോയർ കാറ്റഗറി ദർ ഇസ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സാലറി. സാലറിയുടെ ബിഹാഫിൽ എന്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മാസം 5000 രൂപ കിട്ടുന്ന സ്റ്റുഡൻ്റ് ഉണ്ട്, മാസം 50,000 വാങ്ങിക്കുന്നവരുണ്ട്, ഇല്ല മന്ത്ലി 1 lakh വാങ്ങിക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങളോട് ഏത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാരും സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഹൈ സാലറി, നിങ്ങളുടെ പാരൻസ് ആയാലും എല്ലാവരും ആഗ്രഹിക്കുന്ന നിങ്ങൾ നല്ലൊരു ജോലി കിട്ടുക, നല്ലൊരു സാലറി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹൈ സാലറി ജോലി കിട്ടാനായിട്ട് എന്ത് ചെയ്യും, ദാറ്റ്സ് ദ മെയിൻ തിങ്. ഒരു മന്ത്ലി ഒരു 1 lakh അല്ലെങ്കിൽ 2 lakh സാലറി കിട്ടാനുള്ള ജോലി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജോബ് കാറ്റഗറി നമ്മൾ നോക്കാൻ നേരത്ത് മെയിൻലി നമുക്ക് എന്താണ് 3 types ഓഫ് ജോബ്സ് ആണുള്ളത്. 3 കാറ്റഗറീസ് ഓഫ് ജോബ്സ് എന്ന് പറഞ്ഞാൽ സർവീസ് ഓറിയൻറ്റഡ് ജോബ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് ബേസ്ഡ് ജോബ്സ് ഉണ്ട്, ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സർവീസ് ഓറിയൻറ്റഡ് ജോബ്സ്. സർവീസ് ഓറിയൻറ്റഡ് ജോബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ലാത്ത എല്ലാ കമ്പനികളും എന്താണ് ഈ ഒരു കാറ്റഗറിയിൽ വന്നത്. TCS, വിപ്രോ, കോഗ്നിസന്റ്, ഇവിടെ എല്ലാവരും എന്താ വേറെ ഫേംസിന് എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാലറി പാക്കേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു 3 to 7 lakh ആനുവൽ സാലറി എന്ന് പറഞ്ഞാൽ 3 to 7 lakh, മന്ത്ലി ഒരു 30,000 40,000 സ്കെയിലാണ് വന്നത്. അപ്പോൾ ഈ സർവീസ് ഓറിയൻറ്റഡ് ജോബ്സിന് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നമ്മളിപ്പോൾ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇനീഷ്യലി ഒരു ജോലിക്ക് കയറുക, BTech കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറുമ്പോൾ ഒരു 30,000 40,000 സാലറി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലൊരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ഷിപ്പ് യാർഡ്സ് ഇല്ല റിഫൈനറീസിലൊക്കെ BTech കഴിഞ്ഞവർക്ക് കിട്ടുന്ന ഇനീഷ്യലി 5,000 ഒക്കെയാണ് എന്ത് സൂപ്പർവൈസർ പോസ്റ്റിന് കിട്ടണം. അത് നോക്കാൻ നേരത്തെ ഒരു 30-40K എന്ന് പറഞ്ഞാൽ എന്താ വെൽ ആൻഡ് ഗുഡ് ആണ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സർവീസ് ഓറിയൻറ്റഡ് ജോബ്സ് ഒക്കെ എന്താണ് ലെസ് സെക്യൂർഡ് ആണ്, കമ്പാരിറ്റീവ്ലി എന്താ ലെസ് സെക്യൂർഡ് ആണ്. കാരണം ഇവർ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ റീപ്ലേസ് ചെയ്യാം, ഇവർ എല്ലാ കൊല്ലം ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോബ് സ്റ്റെബിലിറ്റിയിൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തിരി പ്രശ്നമുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തിരി ബാഡ്നെസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എന്താണ് യു ക്യാൻ ഗെറ്റ് എ സാലറി ഓഫ് 30 to 40K. ഓക്കെ, ഇനി സെക്കൻഡ് ജോബ് കാറ്റഗറി ആണ് എന്ത് പ്രൊഡക്റ്റ് ബേസ്ഡ് ജോബ്സ്. പ്രൊഡക്റ്റ് ബേസ്ഡ് ജോബ്സ് എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉള്ള കമ്പനികളെല്ലാം എന്താ ഈ ഒരു കാറ്റഗറിയിൽ തന്നെയാണ്. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആപ്പിൾ, ഇവരുടെയൊക്കെ സാലറി തന്നെ എന്താ കുറച്ചും കൂടി ഹൈ, ഒരു 1 lakh per month ഒക്കെയാണ് എന്ത് അവരുടെ സാലറി തന്നെ. പക്ഷേ ഈ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികളെല്ലാം മെയിൻലി റിക്രൂട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, IITs എന്നാണ് എന്ത് ഇവർ കോമൺലി റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ IITs ഉള്ളവർക്ക് ഡയറക്റ്റ് ഓമ്നി, അതല്ല സെൽഫ് ഫൈനാൻസ് കോളേജ് പഠിക്കുന്നവരുണ്ട്, ഇല്ലേ ഗവൺമെൻറ് കോളേജ് പഠിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയാണ് ഈ ഒരു ജോലി വേണമെന്ന് ആഗ്രഹമെങ്കിൽ ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഗേറ്റ് എക്സാം എഴുതണം. ഗേറ്റ് എഴുതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് നിങ്ങൾക്ക് എന്താ നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ IITs ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് എന്താണ് പ്രൊഡക്റ്റ് ബേസ്ഡ് ജോബ്സ് കിട്ടും. ഇനി തേർഡ് ഓപ്ഷൻ ആണ് എന്ത് ഗവൺമെൻറ് ജോബ്സ്. എല്ലാവരുടെ ആഗ്രഹമാണ് ഗവൺമെൻറ് ജോലി, സെക്യൂർഡ് ആണ്, കോർ സെക്ടർ ജോബ്സ് ഉണ്ട്, ഹൈ സാലറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സെക്ടർ ഗവൺമെൻറ് ജോബ്സ് ഉണ്ട്. റെയിൽവേ, ബാങ്കിങ്, ഇന്ത്യൻ ആർമി, UPSC, PSC, SSC, IES പോട്ടെ, നമ്മുടെ നോർമൽ കേരള PSC, ഒരുപാട് സെക്ടർ ജോബ്സ് ഉണ്ട്. പക്ഷേ ഏതൊരു ഗവൺമെൻറ് ജോലി വേണമെങ്കിലും അതിൻ്റേതായ ടെക്നിക്കൽ എക്സാം എന്താണ് നിങ്ങൾ ക്രാക്ക് ചെയ്യണം. അപ്പോൾ ഈ ടെക്നിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ എന്താ സിമിലർ ടു ഗേറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താ യു ഹാവ് എൻ ഹയർ ചാൻസ് ടു ക്രാക്ക് എനി ഓഫ് ദീസ് ടെക്നിക്കൽ എക്സാംസ്. ഗേറ്റ് ഈവൻ IES അറൌണ്ട് 70% സിലബസ് എന്ന് പറഞ്ഞാൽ എന്താ ഗേറ്റിനോട് സെയിം ആണ്. ഇനി ഒരുപാട് സെക്ടർ ജോബ്സ് KSAB, അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, അതിൻ്റെയൊക്കെ ടെക്നിക്കൽ സിലബസ് എന്ന് പറഞ്ഞാൽ എന്താ ഗേറ്റിനോട് സിമിലർ ആണ്. അപ്പോൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു ഹയർ ചാൻസ് ഉണ്ട് ഏതൊരു ടെക്നിക്കൽ എക്സാംസും എന്താ ഈസി ആയിട്ട് എന്താ ക്രാക്ക് ചെയ്യാൻ പറ്റും.
ഇനി അതല്ല ചില കുട്ടികൾ എന്താണ് ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യാൻ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കോളേജിൽ പഠിക്കുന്ന അവിടുത്തെ പ്ലേസ്മെന്റ്സ് എന്താണ്, അത് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കാരണം നിങ്ങൾ 2 കൊല്ലം ഒരു ഹയർ സ്റ്റഡീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യത, ദാറ്റ്സ് എ മെയിൻ തിങ്. അത് കഴിഞ്ഞിട്ട് എവിടെ ജോലി കിട്ടും, എത്ര സാലറി പാക്കേജ് ആണ് കിട്ടണത്, എന്താ ഇതൊക്കെ നമുക്ക് അറിയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് ബിടെക് കഴിഞ്ഞിട്ട് എന്താണ് MS-ന് പോവാം. അപ്പോൾ MS-ന് പോകുമ്പോൾ കോമൺലി സ്റ്റുഡൻസ് പോകാന്ന് പറഞ്ഞാൽ എന്താ യൂറോപ്യനിലും അമേരിക്കൻ കൺട്രീസിലും MS-ന് പോകണം. അപ്പോൾ അവിടെ പോയി MS ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം എന്ന് പറഞ്ഞാൽ ഏതാണ്, GRE ടോഫലാണ്. ഇനി MS കഴിഞ്ഞിട്ട് എന്താ, ദാറ്റ്സ് എ മെയിൻ തിങ്. എന്തൊക്കെ ജോലിയാണ് കിട്ടുന്നത്, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, ഗെയിലർ ആൻഡ് പാക്സ്, ഇങ്ങനെ ഒരുപാട് സെക്ടേഴ്സിൽ എന്താ നിങ്ങൾക്ക് ജോലി കിട്ടും. അറൗണ്ട് ഒരു 60K 70K, ഞാൻ ഒരു മിനിമം സ്കെയിലാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ സാലറി കിട്ടുന്ന എന്താ ജോലികളുണ്ട്. ഇനി സെക്കൻഡ് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ആണ് എന്ത്, MBA. ബിടെക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് MBAക്ക് പോവാം. അപ്പോൾ MBAക്ക് പോകണമെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം ഏതാണ്, CAT ആണ്. CAT ഇല്ലാണ്ട് പോകാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് കോളേജസ് ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ, MBA എന്നൊക്കെ പറയുമ്പോൾ എന്താ IIM പോലത്തെ കോളേജാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ എന്താണ് CAT വേണം. ഇനി IIM പാസ് ഔട്ട് ആയാൽ തന്നെ നിങ്ങൾക്ക് എന്താ ഒരുപാട് സെക്ടർ ജോബ്സ്, ബിസിനസ് അനലിസ്റ്റ്, ഫൈനാൻസ് മാനേജർ, ഇവിടെയൊക്കെ എന്താ ഒരു 60K 50K ഒരു ബേസിക് സാലറിയാണ്. അതിൽ കൂടുതൽ സാലറിയുള്ള ജോബ്സ് ഉണ്ട്. ഇനി അതല്ല MBA കഴിഞ്ഞിട്ട് എന്താ സ്വന്തമായിട്ട് ഫേംസ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ഐ തിങ്ക് യു ഓൾമോസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് PC മുസ്തഫ എന്ന് പറഞ്ഞ ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ ദോശ ഇഡ്ഡലി ബാറ്റർ, ദോശ ഇഡ്ഡലി മാവ് പാക്കറ്റിലാക്കി സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത പുള്ളിയാണ്. സോ ഈസ് ബീൻ പാസ്ഡ് ഔട്ട് ഫ്രം IIM. അങ്ങനെ സ്വന്തമായിട്ട് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട്. സോ ദാറ്റ്സ് ദി ഓപ്ഷൻ ആഫ്റ്റർ MBA. ഇനി തേർഡ് വൺ ആണ് എന്ത്, MTech. ബിടെക് കഴിഞ്ഞിട്ട് എന്താണ് MTech-ന് പോകാം. ഒരു കോമൺ ട്രെൻഡാണ് ബിടെക് കഴിഞ്ഞിട്ട് MTech-ന് പോകാം. അപ്പോൾ MTech-ന് പോകണമെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം ആണ് എന്ത്, ഗേറ്റ്. ഗേറ്റ് ഇല്ലാണ്ടും പോകാം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് കോളേജസ് IISc, IITs, NITs ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രിഫറൻസുകൾ. എന്താണ്, നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ വേണം. അത് മാത്രമല്ല ഒരു അതർ അഡ്വാൻറ്റേജിൽ ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, യു വിൽ ബി ഗെറ്റിംഗ് എ സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ MTech 2 കൊല്ലമാണ്. എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്താണ് 12,400 എന്താ സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കൊണ്ട് ഒരു അപ്രോക്സിമേറ്റ് എന്താ 3 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് എന്ത് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താ ഒരു 12,400 സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ എന്താ വലിയൊരു കാര്യം. ഇനി MTech കഴിഞ്ഞിട്ട് എന്ത്, സ്വന്തമായിട്ട് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ടീച്ചിങ് പോസ്റ്റ് പോകുന്നവരുണ്ട്, PhDക്ക് പോകുന്നവരുണ്ട്. അതിനും ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ എന്താ അതിന് സ്റ്റൈഫൻഡ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എന്താണ് MTech കഴിഞ്ഞിട്ട് എന്താണ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണമെങ്കിൽ ബേസ്ഡ് ഓൺ കോമ്പറ്റീഷൻ ലെവൽ നമ്മൾ ഈ ഒരു 3 ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ കമ്പയർ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ MS എന്ന് പറഞ്ഞ കോഴ്സിന് പോകണമെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യേണ്ട എക്സാം ആണ് എന്ത്, GRE TOEFL. അപ്പോൾ ഈ ഒരു എക്സാം ആർക്കൊക്കെ എഴുതാൻ പറ്റും, ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നോക്കാൻ നേരത്തെ എന്താ ഏഷ്യയിലുള്ള എല്ലാവർക്കും എഴുതാം. മീൻസ് ഇന്ത്യക്കാരന് എഴുതാം, ജപ്പാൻകാരന് എഴുതാം, ചൈനക്കാരന് എഴുതാം. സോ അവിടെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതലാണ്. ഇനി സെക്കൻഡ് ഹയർ സ്റ്റഡീസ് ആയിരുന്നു എന്ത്, MBAക്ക് പോകണമെങ്കിൽ ക്രാക്ക് ചെയ്യേണ്ട എക്സാം ആണ് എന്ത്, CAT. അതിൻ്റെയും ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നോക്കണമെങ്കിൽ CAT എന്ന് പറഞ്ഞ എക്സാം ആർക്കൊക്കെ എഴുതാൻ പറ്റും, ഏതൊരു ഡിഗ്രി ഹോൾഡറിനും എഴുതാം. മീൻസ് ബിടെക് കഴിഞ്ഞവന് എഴുതാം, BBA കഴിഞ്ഞവന് എഴുതാം, BSc കഴിഞ്ഞവന് എഴുതാം. സോ അവിടെയും കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് കൂടുതലാണ്. ഇനി തേർഡ് വൺ ആണ് എന്ത്, MTech-ന് പോകാൻ വേണ്ടി ക്രാക്ക് ചെയ്യുന്ന എക്സാം ആണ് എന്ത്, ഗേറ്റ്. അപ്പോൾ ഗേറ്റ് എന്ന് പറഞ്ഞ എക്സാം ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുന്നത്, എഞ്ചിനീയറിംഗ് ഇല്ലെ സയൻസ് സ്റ്റുഡൻസ് ആണ്. മോർ പ്രിസൈസ് ആയിട്ട് എന്താണ് ബ്രാഞ്ച് സ്പെസിഫിക് ആണ്. എന്ന് പറഞ്ഞാൽ എന്താ സിവിലുകാർക്ക് ഒരു സെപ്പറേറ്റ് എക്സാം ആണ്, മെക്കാനിക്കലുകാർക്ക് ഒരു സെപ്പറേറ്റ് എക്സാം ആണ്, ഇലക്ട്രോണിക്സുകാർക്ക് ഒരു സെപ്പറേറ്റ് എക്സാം ആണ്, ഇലക്ട്രിക്കലുകാർക്ക് ഒരു സെപ്പറേറ്റ് എക്സാം ആണ്. അങ്ങനെ 29 ബ്രാഞ്ചസിന് 29 സെപ്പറേറ്റ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ് കുറവാണ്. ഇനി അത് മാത്രമല്ല ഒരു 100 മാർക്കിൻ്റെ എക്സാമിൽ 70% എന്ന് പറഞ്ഞാൽ എന്താണ് ടെക്നിക്കലാണ്. മീൻസ് നിങ്ങൾ ബിടെക്കിന് പഠിച്ചിട്ടുള്ള സബ്ജക്ട്സിൽ നിന്നാണ് എന്ത് ക്വസ്റ്റ്യൻ വരുന്നത്. ബാക്കി 30% എന്ന് പറഞ്ഞാൽ എന്താ മാത്സും ആപ്റ്റിറ്റ്യൂഡും. അപ്പോൾ ഈ 100% മാർക്ക് നിങ്ങൾ പഠിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയതുകൊണ്ട് എന്താ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് എളുപ്പമാണ്. കമ്പയർ ടു അതർ എക്സാംസ് വെർബൽ ഇംഗ്ലീഷ് ഈ സെക്ഷൻസ് ആണ് എന്താ അവിടെ ഹൈ ആവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കോഴ്സസ് ബാഡ് ആണെന്നല്ല. ഐ എം ഓൺലി സെയിങ് ദാറ്റ് യു വിൽ ബി ഹാവിങ് എൻ അപ്പർ ഹാൻഡ് ഇഫ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ എ ഗേറ്റ് എക്സാം. ഓക്കെ, ഇനി നമുക്ക് ഗേറ്റ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ മാർക്കിംഗ് സ്കീംസ്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗേറ്റ് മീൻസ് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. And this exam is being jointly conducted by 7 IITs and IISc, and every year in the month of February the exam is being conducted and results are being declared in March. എല്ലാ കൊല്ലം ഫെബ്രുവരിയിലാണ് ഗേറ്റ് എക്സാം, മാർച്ചിലാണ് അതിൻ്റെ റിസൾട്ട് വരും. ഇനി ഈ ഒരു ഗേറ്റ് എക്സാമിൻ്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ഗേറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ 3 hours ആണ് എക്സാം ഡ്യൂറേഷൻ. ടോട്ടൽ 65 ക്വസ്റ്റ്യൻസ് ആണ് ഗേറ്റിന് ചോദിക്കുന്നത്. അപ്പോൾ 65 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ 35 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വിൽ ബി ക്യാരിങ് 2 മാർക്ക്, സോ ഇറ്റ് വിൽ ബി 70. ആൻഡ് 30 ക്വസ്റ്റ്യൻസ് വിൽ ബി ക്യാരിങ് 1 മാർക്ക്, സോ ഇറ്റ് വിൽ ബി 30. സോ ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാം ആണ് ഗേറ്റ് എന്ന് പറയുന്നത്.
ഈ 100-ൽ 40, 50, 60 ഒന്നും അല്ല, 100-ൽ ഒരു 30 മാർക്ക് വാങ്ങിച്ചാൽ തന്നെ എന്താ നിങ്ങൾക്ക് ഗേറ്റ് ക്വാളിഫൈ ചെയ്യാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് എന്താണ് നമുക്ക് ഗേറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയെന്ന് നോക്കാം. സോ ടോട്ടലി ഞാൻ പറഞ്ഞു എന്താണ് 65 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു 65 ക്വസ്റ്റ്യൻസിന് എന്താണ് 3 ക്ലാസിഫൈ ചെയ്യുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ത് MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ക്വസ്റ്റ്യൻ ഇസ് ബീൻ ആസ്ക്ഡ് ദർ വിൽ ബി 4 ഓപ്ഷൻ A, B, C, D എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഔട്ട് ഓഫ് ദിസ് 4 ഓപ്ഷൻ only 1 will be correct. And if you are selecting that correct option you will be getting mark, and if you are selecting an incorrect option നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അതാണ് എന്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത് MSQ. MSQ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എ ക്വസ്റ്റ്യൻ ഇസ് ബീൻ ആസ്ക്ഡ് there will be 4 ഓപ്ഷൻ, but the difference is that out of these 4 option 1 or more than 1 option will be correct. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വിച്ച് ആർ ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തന്നേക്കുന്ന ഓപ്ഷൻ എ കേരള ഉണ്ട്, ഓപ്ഷൻ ബി തമിഴ്നാട് ഉണ്ട്, ഓപ്ഷൻ സി സപ്പോസ് കൊച്ചി ഉണ്ട്, ആൻഡ് ഓപ്ഷൻ ഡി സപ്പോസ് തിരുവനന്തപുരം ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ നേരത്തെ എന്താണ് സ്റ്റേറ്റ്സ് ഏതാണെന്നാണ് ചോദിച്ചേക്കണം. ഇതിലെന്താണ് കേരളയും തമിഴ്നാടും ആണെന്ത് ശരിയായിട്ടുള്ള ഉത്തരം. അത് രണ്ടും സെലക്ട് ചെയ്താലാണിത് നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. അതല്ലാണ്ട് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്താൽ കിട്ടില്ല. ഇതിൻ്റെ ഒപ്പം തെറ്റായ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ കിട്ടില്ല. യു ഹാവ് ടു സെലക്ട് ഓൾ ദോസ് കറക്റ്റ് ഓപ്ഷൻ, എന്നാലേ നിങ്ങൾക്ക് എന്ത് മാർക്ക് കിട്ടുള്ളൂ. അതാണ് എന്ത് സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ MSQ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ത് NET, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. NET ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിന് എന്താ ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ന്യൂമറിക്കൽ വാല്യൂ എൻ്റർ ചെയ്യണം. സപ്പോസ് 2 + 2 = 4 എന്നാണെങ്കിൽ ഈ 4 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ് ഓൺ സ്ക്രീൻ കീബോർഡ് വെച്ച് എൻ്റർ ചെയ്യണം. അപ്പോൾ അത് ശരിയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ എന്താ മാർക്കില്ല, നെഗറ്റീവ് മാർക്കും ഇല്ല. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗേറ്റിന് നിങ്ങൾക്ക് എന്താ 1-2 പേപ്പേഴ്സ് എഴുതാം. 1-2 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അല്ല. ഇപ്പോൾ നിങ്ങളുടെ സ്പെസിഫിക് ബാങ്ക് സിവിൽ സ്റ്റുഡൻസിനാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ആർക്കിടെക്ചറിൻ്റെ പേപ്പർ എഴുതാം, മെക്കാനിക്കൽ ആർക്കിൽ എന്താ എഞ്ചിനീയറിംഗ് സയൻസ് എഴുതാം, ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈൻ്റെ പേപ്പർ എഴുതാം. അങ്ങനെ പ്രൊവൈഡഡ് ബൈ ദി IITs എന്താ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ പേപ്പറും കൂടി എഴുതാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണോ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേപ്പർ എഴുതണ്ടേ, ഏതെങ്കിലും ഒരെണ്ണം ക്വാളിഫൈ ചെയ്താൽ എന്താ നിങ്ങൾക്ക് ആ സ്കോർ യൂസ് ചെയ്യാം. ബട്ട് ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേപ്പർ എഴുതുമ്പോൾ അഡീഷണൽ ഫീസ്, ഒരു പേപ്പറിന് ഇപ്പോൾ 1500 ആണെങ്കിൽ യു ഹാവ് ടു പേ ദി ഡബിൾ 3000 rupees ഫീസ് അടക്കണം. പിന്നെ അതിൻ്റെ സിലബസ് വേറെയാണ്. നിങ്ങൾ ബ്രാഞ്ച് പഠിക്കുമ്പോൾ സിവിൽ സ്റ്റുഡൻസ് ഇപ്പോൾ ആർക്കിടെക്ചർ എഴുതുമ്പോൾ അതിൻ്റെ സിലബസ് വേറെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ അഡീഷണൽ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് അപ് ടു യു. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സെക്കൻഡറി പേപ്പറും കൂടി എന്താ എഴുതാം. ഇനി തേർഡ് തിങ് ഈസ് ദാറ്റ് എന്താണ് ഗേറ്റ് എക്സാം എന്താ തേർഡ് ഇയർ സ്റ്റുഡൻസിന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്താ 2020 മുമ്പ് വരെ എന്താണ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആൻഡ് പാസ് ഔട്ട് സ്റ്റുഡൻസിനായിരുന്നു എന്താ ഗേറ്റ് എക്സാം എഴുതാൻ പറ്റിയത്. 20 തൊട്ട് വന്ന മാറ്റമാണ് എന്ത് പ്രീ ഫൈനൽ ഇയേഴ്സിനും എന്താ ഗേറ്റ് എക്സാം എഴുതാം. അതൊരു നല്ല കാര്യമാണ്. കാരണം പ്രീ ഫൈനൽ ഇയേഴ്സിന് എന്താണ് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ 2 വട്ടം ഗേറ്റ് എക്സാം എഴുതാം. ഇനി ക്വാളിഫൈ ചെയ്താലും ഗേറ്റ് സ്കോറിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് 3 years ആണ്. എന്ന് പറഞ്ഞാൽ 2023 എക്സാം എഴുതി നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, നിങ്ങൾക്ക് ആ സ്കോർ 23-ൽ യൂസ് ചെയ്യാം, ഇല്ലേ 2024-ൽ യൂസ് ചെയ്യാം, ഓർ യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ 2025. 3 ഇയേഴ്സിനുള്ളിൽ എന്താ നിങ്ങൾക്ക് ആ സ്കോർ യൂസ് ചെയ്യാം. അപ്പോൾ സപ്ലൈ ഉള്ള സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് ഗേറ്റ് എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ, നിങ്ങൾക്ക് ആ സ്കോർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 ഇയേഴ്സിനുള്ളിൽ എന്താ നിങ്ങൾക്ക് ആ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ ഹയർ സ്റ്റഡീസിനൊക്കെ എന്താ യൂസ് ചെയ്യാം. ആൻഡ് വൺ മോർ തിങ് ഈസ് ദാറ്റ് ഗേറ്റ് എക്സാമിന് എന്താ ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങളുടെ സീനിയേഴ്സ് സൂപ്പർ സീനിയേഴ്സ് 30 വയസ്സുള്ളവർ 40 വയസ്സുള്ളവർ എല്ലാവരും എന്താ ഗേറ്റ് എക്സാം എഴുതും. കാരണം ഹയർ സ്റ്റഡീസ് പോകാനുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ എന്താ പബ്ലിക് സെക്ടർ ജോലിയും കൂടി കിട്ടും. PSUവിൽ നിങ്ങൾക്ക് എന്താ ജോബ് കിട്ടും. അപ്പോൾ PSUs എല്ലാം എന്താ ഏജ് ലിമിറ്റ് വെക്കും. 28 വയസ്സുള്ളവർ 25 വയസ്സുള്ളവർ എന്ന് പറഞ്ഞാൽ എന്താ ഏജ് ലിമിറ്റ് കിട്ടും. അപ്പോൾ ബെറ്റർ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്താ ഈസിലി നിങ്ങൾക്ക് എന്താണ് PSUവിൽ എന്താ ജോബ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ഗേറ്റ് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ കാര്യം എന്താ ഗോപ്സ് സൈറ്റ് വഴിയാണ്. ജസ്റ്റ് ഗൂഗിളിൽ GOAPS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഗേറ്റ് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കറസ്പോണ്ടിങ് ടൈമിൽ നിങ്ങൾക്ക് എന്താ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിൻ്റെ ഡേറ്റ്സ് നമ്മൾ നോക്കണമെങ്കിൽ ഗേറ്റ് 2023 എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്റ്റംബർ 2022 എന്താണ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. സെപ്റ്റംബർ 2022 നിങ്ങൾക്ക് എന്താണ് ഗേറ്റ് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഒക്ടോബർ 2022 വരെ എന്ത് ആ ഒരു അപ്ലൈ ചെയ്യാൻ ഒരു 1 month ടൈം ഉണ്ടാവും. അതിനുള്ളിൽ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്താണ് ജനുവരി 2023 ആവുന്നത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും. ഫെബ്രുവരി 2023 എന്ത് ഗേറ്റ് എക്സാം നടക്കുന്ന റിസൾട്ട് വന്നതെന്ന് പറഞ്ഞാൽ എന്താ മാർച്ച് 2023 ആണ്. സോ ഇതാണ് എന്ത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഗേറ്റ് 2023 ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഇതിന്റെ മാർക്കിംഗ് സ്കീം നമ്മൾ നോക്കണമെങ്കിൽ പറഞ്ഞിരുന്നു എന്താ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ 100-നാണ്. ഏതൊരു ബ്രാഞ്ച് ആണെങ്കിലും ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ, ട്രിപ്പിൾ ഇൻസ്ട്രുമെന്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ് എല്ലാവർക്കും എന്താ 100 മാർക്കിന്റെ എക്സാം ആണ്. ആൻഡ് ഈ ഒരു 100 മാർക്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടെക്നിക്കലിന് എന്താണ് അറൗണ്ട് ഒരു 70 മാർക്ക് ഉണ്ട്. ബാക്കി എന്താണ് മാത്സും ആപ്റ്റിറ്റ്യൂഡ്. മാത്സിന് അപ്രോക്സിമേറ്റ് ഒരു 15 മാർക്ക്, ആപ്റ്റിറ്റ്യൂഡ് അപ്രോക്സിമേറ്റ് ഒരു 15 മാർക്ക്. അറൗണ്ട് ആണ്, ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിന് 15 മാർക്ക്, ടെക്നിക്കലും മാത്സും കൂടെ കൂട്ടിയിട്ട് എന്താ 85 മാർക്ക്, ടോട്ടൽ 100 മാർക്ക്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബ്രാഞ്ച് വൈസ് ആയിട്ടുള്ള എന്താണ് സബ്ജക്ട്സ് അതിൻ്റെ മാർക്കിംഗ് സ്കീം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ സബ്ജക്ട് വൈസ് നമുക്ക് നോക്കാം. സോ സിവിൽ സ്റ്റുഡൻസിന് വരുന്ന സബ്ജക്റ്റ് ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുന്നുണ്ട്. അതിനൊരു ആവറേജ് നമ്മൾ പ്രീവിയസ് ഗേറ്റ് പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ആവറേജ് എന്താണ് 7.5 മാർക്കാണ് എന്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് ചോദിക്കാറുള്ളത്. സെക്കൻഡ് നിങ്ങൾക്ക് വരുന്ന സബ്ജക്റ്റ് ആണ് എന്ത് എൻവയോൺമെന്റൽ, അറൗണ്ട് ഒരു 9 മാർക്കോളം എന്താണ് എൻവയോൺമെന്റിൽ നിന്ന് വരുന്നത്. പിന്നെ സ്ട്രക്ചറൽ അനാലിസിസ് അറൗണ്ട് ഒരു 5 മാർക്കോളം എന്താ സ്ട്രക്ചറൽ അനാലിസിസ് എന്ന് ചോദിക്കുന്നുണ്ട്. ജിയോ ടെക്നിക്കൽ അത് വളരെ കോർ സബ്ജക്റ്റ് ആണ് എന്ത് സിവിലുകാരുടെ 14 മാർക്കോളം എന്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്താ എല്ലാ ഇയേഴ്സും വരുന്നത്. ഹൈവേ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതൊരു സെക്കൻഡ് കോറാണ്, ഒരു ഏകദേശം ഒരു 10 മാർക്കോളം വരുന്നുണ്ട്. പിന്നെ ജിയോമാറ്റിക്സ് അപ്രോക്സിമേറ്റ് 7.5 മാർക്സ്. ഇറിഗേഷൻ എന്താണ് ഒരു 4 മാർക്കോളം വരുന്നുണ്ട്. RCC അറൗണ്ട് ഒരു 5 മാർക്ക്. DSS അറൗണ്ട് ഒരു 3 മാർക്ക്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ മാനേജ്മെന്റ് അറൗണ്ട് ഒരു 2 മാർക്ക്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അറൗണ്ട് ഒരു 2 മാർക്ക്. MOS അറൗണ്ട് 4 മാർക്കാണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അറൗണ്ട് 12 മാർക്സ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അറൗണ്ട് 15 മാർക്സ്. സോ ഇതാണ് എന്ത് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വരുന്ന മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ടോട്ടൽ ഒരു 100 മാർക്കിനാണ്. ആൻഡ് സിവിൽ സ്റ്റുഡൻസിന് എന്താ അപ്രോക്സിമേറ്റ് ഒരു 27 മാർക്കോളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ എന്താണ് നിങ്ങൾക്ക് ഗേറ്റിന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. കാരണം സിവിലിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇനി സെക്കൻഡ് വൺ നമുക്ക് എന്താണ് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ എന്താണ് സ്കീം നോക്കാം. സോ നിങ്ങൾക്ക് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ നെറ്റ്വർക്ക് തിയറി അപ്രോക്സിമേറ്റ് ഒരു 10 മാർക്കാണ് വരുന്നത്. അനലോഗ് ഇലക്ട്രോണിക്സ് എന്താ അറൗണ്ട് ഒരു 5.5. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അറൗണ്ട് ഒരു 5 മാർക്കിനാണ് വരുന്നത്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അപ്രോക്സിമേറ്റ് ഒരു 7.5. കൺട്രോൾ സിസ്റ്റം അറൗണ്ട് ഒരു 9 മാർക്ക്. ഇലക്ട്രോ മാഗ്നറ്റിക്സ് അറൗണ്ട് ഒരു 2.5 മാർക്സ്. ഇലക്ട്രിക്കൽ മെഷീൻസ് അറൗണ്ട് ഒരു 11 മാർക്ക്. പവർ ഇലക്ട്രോണിക്സ് അറൗണ്ട് ഒരു 9 മാർക്ക്. പവർ സിസ്റ്റം അറൗണ്ട് ഒരു 9 മാർക്സ്. മെഷർമെന്റ് അറൗണ്ട് ഒരു 4 മാർക്സ് ആണ് വരുന്നത്. പിന്നെ മാത്സ് 12.5, ആപ്റ്റിറ്റ്യൂഡ് അറൗണ്ട് 15 മാർക്സ്. സോ ടോട്ടൽ ഒരു 100 മാർക്സിൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താ ഒരു 32-35 ആ ഒരു റേഞ്ച് പോകാറുണ്ട്. അറൗണ്ട് ഒരു 30+ മാർക്ക് എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എന്താ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താ ഈസി ആയിട്ട് അവർക്ക് എന്താ ഗേറ്റ് ക്രാക്ക് ചെയ്യാം. ഇനി തേർഡ് വരുന്ന ബ്രാഞ്ച് നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇലക്ട്രോണിക് സ്റ്റുഡൻസിൻ്റെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ നെറ്റ്വർക്ക് തിയറി അതിന് അറൗണ്ട് ഒരു 8.5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ അനലോഗ് ഇലക്ട്രോണിക്സ് അത് ഇലക്ട്രോണിക്സ് പിള്ളേരുടെ ഒരു കോർ സബ്ജക്റ്റ് ആണ്, അറൗണ്ട് ഒരു 10 മാർക്ക് വരുന്നുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അറൗണ്ട് ഒരു 8 മാർക്ക്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അറൗണ്ട് ഒരു 9 മാർക്ക്. കൺട്രോൾ സിസ്റ്റം അറൗണ്ട് ഒരു 9 മാർക്ക്. ഇലക്ട്രോ മാഗ്നറ്റിക്സ് അറൗണ്ട് ഒരു 8.5 മാർക്സ്. EDC ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട് അറൗണ്ട് ഒരു 10 മാർക്ക്. കമ്മ്യൂണിക്കേഷൻ അറൗണ്ട് 9.5. മാത്സ് അറൗണ്ട് ഒരു 12.5 മാർക്സ്. ആപ്റ്റിറ്റ്യൂഡ് അറൗണ്ട് ഒരു 15 മാർക്സ്. സോ ഇലക്ട്രോണിക് സ്റ്റുഡൻസിന് ഒരു കട്ട് ഓഫ് എന്താ ഒരു 30 ആ ഒരു 30 റേഞ്ച് തന്നെയാണ് എന്ത് ഇലക്ട്രോണിക് സ്റ്റുഡൻസിൻ്റെ ഗേറ്റിൻ്റെ ഒരു കട്ട് ഓഫ് ഒരു 30 മാർക്കോളം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്താ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ബ്രാഞ്ച് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്താ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് നമ്മുടെ സബ്ജക്ട്സ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ മാനുഫാക്ചറിങ് അറൗണ്ട് ഒരു 15 മാർക്കാണ്. കോർ സബ്ജക്റ്റ് ആണ്, മെക്കാനിക്കലുകാരുടെ കോർ സബ്ജക്റ്റ് ആണ് എന്ത് മാനുഫാക്ചറിങ്. പിന്നെ തെർമോഡൈനാമിക്സ് അറൗണ്ട് ഒരു 12 മാർക്ക്. ഫ്ലൂയിഡ് മെക്കാനിക്സ് അറൗണ്ട് ഒരു 8 മാർക്കോളം. തിയറി ഓഫ് മെഷീൻസ് അറൗണ്ട് ഒരു 8.5. MOS അറൗണ്ട് ഒരു 7.5. ഇൻഡസ്ട്രിയൽ 8 മാർക്ക്. ഹീറ്റ് ട്രാൻസ്ഫർ 6.5. മെഷീൻ ഡിസൈൻ ഒരു 3 മാർക്കിന്. RIC റെഫ്രിജറേഷൻ അറൗണ്ട് 2 മാർക്സ്. മെക്കാനിക്സ് അറൗണ്ട് 2 മാർക്സ്. മാത്സ് 12.5, ആപ്റ്റിറ്റ്യൂഡ് 15. ഇതാണ് എന്ത് മെക്കാനിക്കലുകാരുടെ മാർക്കിംഗ് സ്കീം വരുന്നത്. അവരുടെ മെക്കാനിക്കലുകാരുടെ കട്ട് ഓഫ് എബവ് 30 ആണ്, ഒരു 32, 33, 35 ഒക്കെ വന്നേക്കുന്ന ഇയേഴ്സും ഉണ്ട്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൻ്റെ ആണ്. കമ്പ്യൂട്ടർ സ്റ്റുഡൻസിന് വരുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗോറിതം അറൗണ്ട് 7 മാർക്സ്. പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റ സ്ട്രക്ചർ അറൗണ്ട് 11 മാർക്സ്. ഡിജിറ്റൽ ലോജിക് അറൗണ്ട് 5.5. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ അറൗണ്ട് 8.5. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അറൗണ്ട് 8. കമ്പൈലർ ഡിസൈൻ അറൗണ്ട് 5.5. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറൗണ്ട് 10 മാർക്സ്. ഡാറ്റാബേസ് അറൗണ്ട് 6.5. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അറൗണ്ട് 8. ഡിസ്ക്രീറ്റ് മാത്സ് അറൗണ്ട് 8.5 മാർക്സ്.
എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അറൌണ്ട് 6.5. ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ മാത്സിന് ഇവിടെ കുറഞ്ഞത് ഇവർക്ക് എന്താ ഡിസ്ക്രീറ്റ് മാത്സിൻ്റെയും കൂടി സെക്ഷൻ ഉണ്ട്. ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ 15 മാർക്കാണ്. അപ്പോൾ ഇതാണ് എന്ത് CS കമ്പ്യൂട്ടർ സയൻസും ഇൻഫർമേഷൻ ടെക്നോളജി CS IT എന്താ വരുന്ന സ്കീം. ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് ഈ 25 മാർക്കിൻ്റെ റേഞ്ചാണ് എന്ത് CS കാർക്ക് എന്താണ് വരുന്ന ഗേറ്റിൻ്റെ കട്ട് ഓഫ്. ആൻഡ് ഫൈനലി ഇഫ് യു ആർ ലുക്കിംഗ് ഓൺ ഇൻസ്ട്രുമെൻറ്റേഷൻ ബ്രാഞ്ച് നിങ്ങൾക്ക് വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നെറ്റ്വർക്ക് തിയറി അറൗണ്ട് ഒരു 10 മാർക്ക്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം അറൗണ്ട് 8 മാർക്ക്, കൺട്രോൾ സിസ്റ്റം അറൗണ്ട് 10 മാർക്സ്, അനലോഗ് ഇലക്ട്രോണിക്സ് അറൗണ്ട് 11 മാർക്സ്, ഡിജിറ്റൽ സർക്യൂട്ട് അറൗണ്ട് 8 മാർക്ക്, മെഷർമെൻറ്റ് അറൗണ്ട് 7 മാർക്ക്, ട്രാൻസ്ഡ്യൂസർ അറൗണ്ട് 9 മാർക്സ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അറൗണ്ട് 7 മാർക്സ്, പ്രോസസ് കൺട്രോൾ അറൗണ്ട് 1 മാർക്ക്, കമ്മ്യൂണിക്കേഷൻ അറൗണ്ട് 3 മാർക്ക്, മാത്സ് 12 മാർക്സ്, ആപ്റ്റിറ്റ്യൂഡ് അറൗണ്ട് 15. ഇൻസ്ട്രുമെൻറ്റേഷൻകാരുടെയും കട്ട് ഓഫ് എന്താണ് അറൗണ്ട് 30 ബിലോ ആണ് എന്ത് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെയും കട്ട് ഓഫ് വരുന്നത്. സോ ഇതാണ് എന്ത് പ്രീവിയസ് ഇയർ ഗേറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ബ്രാഞ്ചിൻ്റെയും സബ്ജക്റ്റ് വൈസ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓരോ കോർ സബ്ജക്റ്റുകൾ. അപ്പോൾ ഒരു 5 കോർ സബ്ജക്റ്റ് നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താ സിമ്പിൾ ആയിട്ട് എന്താണ് ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാം ശരി ഞാൻ ഗേറ്റ് എക്സാം എഴുതാം, ഞാൻ ക്വാളിഫൈ ചെയ്യാം, എന്താണ് എൻ്റെ ലൈഫിൽ ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ഉള്ള ബെനിഫിറ്റ് ഇതിലൊരു അഡ്വാൻറ്റേജ്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇഫ് യു ആർ ലുക്കിംഗ് ഓൺ കരിയർ ഓപ്ഷൻ ആഫ്റ്റർ ഗേറ്റ് എക്സാം, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നിങ്ങൾക്ക് എന്താ PSUവിൽ എന്താ വർക്ക് ചെയ്യാം. അറൌണ്ട് 45 PSUs ഇൻ ഇന്ത്യ ഈസ് ബീൻ റിക്രൂട്ടിംഗ് ഗേറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് റിസർച്ചിന് പോവാം. ആസ് എ JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്സ് ഒക്കെ എന്താണ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പോവാം. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരുപാട് പബ്ലിക്കേഷൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗേറ്റ് ക്വാളിഫൈഡ് ആയവർ എന്താണ് ഓതേഴ്സിലെ റൈറ്റേഴ്സ് ആയിട്ട് ബുക്സ് റൈറ്റ് ചെയ്യാൻ ഇല്ലേ ജേർണൽസ് അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ യു ക്യാൻ ഗോ ഫോർ എ PhD ഈവൻ ആഫ്റ്റർ MTech കഴിഞ്ഞിട്ട് എന്താണ് ഗേറ്റ് വഴി നിങ്ങൾക്ക് എന്താണ് PhDക്ക് പോവാം. ഇനി ടീച്ചിങ് ജോബ്സ് നോക്കുന്നവരാണെങ്കിൽ പോലും എന്താണ് ഗവൺമെൻറ്റിലെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം എന്താണ് ഗേറ്റ് ക്വാളിഫൈഡ് ആയവരെയാണ് എന്ത് ഇപ്പോൾ പ്രിഫർ ചെയ്യണം. MTech പ്ലസ് ഗേറ്റ് എന്താ ക്വാളിഫൈഡ് ആയവർ എന്താണ് കൂടുതൽ പ്രിഫർ ചെയ്യണം. ആൻഡ് ഓൾസോ യു ക്യാൻ ഗെറ്റ് എ മോർ നോളേജ്. ഒരു ഗേറ്റ് എക്സാമിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ എന്താ നിങ്ങളുടെ നോളേജ് എന്ന് പറഞ്ഞാൽ എന്താ ഇമ്പ്രൂവ് ചെയ്യും. ഇനി നോർമൽ ഒരു ട്യൂട്ടറിംഗ് പോസ്റ്റ് ഒക്കെ പോകുമ്പോഴും ഇപ്പോൾ ഗേറ്റ് ക്വാളിഫൈഡ് ആയവർക്ക് എന്താണ് ഹയർ പ്രിഫറൻസ് ആണ്. അവർക്ക് എന്താ കുറച്ചും കൂടി ഒരു ഹൈ സാലറി ഉണ്ട്, പെർ അവർ പേയ്മെൻ്റ് ഒക്കെ എന്താണ് ഒരുപാടാണ്. സോ ഫൈനലി ഒന്നുകൂടി ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ റിഗാർഡിംഗ് ദി ബെനിഫിറ്റ്സ് ത്രൂ ഗേറ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നിങ്ങൾക്ക് ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ എന്താ അറൌണ്ട് 500 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ MS പ്രോഗ്രാമിലേക്ക് ഇൻടേക്ക് ചെയ്യണത് എന്താ ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ്. ഇനി 50-60 PSUs റിക്രൂട്ട് ചെയ്യണത് എന്താണ് ഗേറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ്. BTech പ്ലസ് ഗേറ്റ്സ് ക്വാളിഫൈഡ് ആയവർ എന്താണ് പബ്ലിക് സെക്ടർ ജോബ്സ് കിട്ടും. തേർഡ് തിങ് ഈസ് ദാറ്റ് നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് BTech കഴിഞ്ഞിട്ട് എന്താ ഗേറ്റ് സ്കോർ വഴി MTechന് പോവാം. അതും എന്താ യു ക്യാൻ ഓപ്റ്റ് IITs ഓർ NITs. നിങ്ങളുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ തന്നെ മാറും. ബീങ് ആൻ IIT എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് എന്താ ഇറ്റ് ഈസ് എ പ്രസ്റ്റീജിയസ് തിങ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഗേറ്റ് സ്കോറിൻ്റെ വാലിഡിറ്റി എന്താണ് 3 years ആണ്. അപ്പോൾ നിങ്ങൾ എവിടെ മാസ്റ്റേഴ്സ് ചെയ്താലും യു വിൽ ബി ഗെറ്റിംഗ് എ സ്റ്റൈഫൻഡ് ഓഫ് എന്താണ് 12,400 പെർ മന്ത്. എല്ലാ മാസവും നിങ്ങൾക്ക് എന്താ സ്റ്റൈഫൻഡ് കിട്ടും 2 years. ആൻഡ് റിസർച്ച് പോസ്റ്റുകൾ സയൻറ്റിസ്റ്റ് റിസർച്ച് പോസ്റ്റ് ISRO DRDO ബാർക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് ജോബ് കിട്ടും. നിങ്ങളുടെ ടെക്നിക്കൽ നോളേജ് കൂടും. യു വിൽ ബി എ സബ്ജക്റ്റ് എക്സ്പേർട്ട്. ഇനി അത് മാത്രമല്ല നിങ്ങളൊരു ജോബ് ഇൻ്റർവ്യൂവിന് പോകാൻ നേരത്താണെങ്കിൽ 10 BTechക്കാർ വന്നാൽ നിങ്ങൾക്ക് ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ ആണ്. സോ ഗേറ്റ് സ്കോർ ഡിഫറൻഷിയേറ്റ് യു ത്രൂ ഔട്ട് യുവർ ലൈഫ്. And finally, the most important thing is that jolly, public sector job. So the most important thing ആണ് എന്ത് ജോലി. BTech കഴിഞ്ഞിട്ട് എന്താണ് ഗേറ്റ് സ്കോർ വഴി എന്താ യു ക്യാൻ ഗെറ്റ് എ പബ്ലിക് സെക്ടർ ജോബ്സ്. സോ ഇന്ത്യയിൽ എന്താ അറൌണ്ട് ഒരു 50 പബ്ലിക് സെക്ടർ കമ്പനീസ് ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഓയിൽ ഇന്ത്യ ആവട്ടെ, കോൾ ഇന്ത്യ ലിമിറ്റഡ്, ബാർക്ക്, HPCL, എയർപോർട്ട് അതോറിറ്റി, ഇങ്ങനെ എന്താ ഒരു 50 to 60 PSUs ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ എന്താ യു ക്യാൻ ഗെറ്റ് എ ഡയറക്റ്റ് ജോബ് ഇൻ പബ്ലിക് സെക്ടർ ഫേംസ്. സോ ഗേറ്റ് എക്സാമിന് എന്താണ് നിങ്ങൾക്ക് ഒരു 60+ മാർക്ക് വാങ്ങിക്കാമെങ്കിൽ ഈ ഒരു 60ഓളം PSUസിന് എന്താണ് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. മീൻസ് മിനി രത്ന കമ്പനീസ്, നവരത്ന കമ്പനീസ് ആൻഡ് മഹാരത്ന കമ്പനീസ്. അപ്പോൾ ഗേറ്റ് എക്സാമിന് ഒരു 60+ മാർക്ക് വാങ്ങിക്കാമെങ്കിൽ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന മിനി രത്ന കമ്പനിയാണ്. ആൻഡ് ദർ സ്റ്റാർട്ടിംഗ് സാലറി ഈസ് 8 lakh per year. 8 ലക്ഷമാണ് എന്ത് മിനി രത്ന കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സാലറി. ആൻഡ് ഇഫ് യു ക്യാൻ സ്കോർ എബവ് ഒരു 70 മാർക്ക് 70 to 80 മാർക്ക് വാങ്ങിക്കാമെങ്കിൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന നവരത്ന കമ്പനീസ് ആണ്. ആൻഡ് ദർ സ്റ്റാർട്ടിംഗ് സാലറി ഈസ് വാട്ട് 15 lakh per year ആണ് എന്ത് നവരത്ന കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് സാലറി. And if you can score above 80 mark, 90 മാർക്കോളം വാങ്ങിക്കാമെങ്കിൽ you will be recruited in a Maharatna company and their starting salary is 25 lakh per year. എന്ന് പറഞ്ഞാൽ എന്താ മന്ത്ലി സാലറി പറഞ്ഞാൽ എന്താ 2 ലക്ഷം. പക്ഷേ ഇത് ഓൾ ഓഫ് എ സഡൻ നടക്കുന്ന കാര്യമല്ല. ഗേറ്റ് എക്സാം ഞാൻ പറഞ്ഞു 100 മാർക്കിൻ്റെ എക്സാമാണ്, 65 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മണിക്കൂറാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് വരാണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് മിനിമം ടൈമിൽ ശരിയായി കുത്തി മാക്സിമം മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ അതിനൊരു ഓർഗനൈസ് വേയിൽ പഠിച്ചാലാണ് എന്ത് ഗേറ്റ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്താ
ഫട്ടാഫട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ത്രൂ ഔട്ട് ആയിട്ട് നമുക്ക് എന്ത് വേണം, ഒരു എന്തൂസിയാസം വേണം. എന്നാൽ മാത്രമാണ് എന്ത് ഇത് നടക്കുകയുള്ളൂ. കാരണം ഒരുപാട് PSUs ആണ് എന്ത് 2023 എന്താ നിങ്ങളെ വെയിറ്റ് ചെയ്യണത്. NTPC, PGCL, CRIS, എയർപോർട്ട് അതോറിറ്റി, പോസ്കോ, NHAI, DRDO, DMRC, അങ്ങനെ ഒരുപാട് ഫോംസ്. അപ്പോൾ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യണം, ഗേറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ള എന്താ ലക്ഷ്യം നിങ്ങൾക്ക് വേണം. സോ ആസ് എ ടോൾ നിങ്ങൾക്ക് എന്താ ആ ഒരു എന്തൂസിയാസം ഉണ്ടെങ്കിലാണ് എന്ത് കാര്യം നടക്കുള്ളൂ. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് അത് ലാഗായി വരാറുണ്ട്. And you must have heard about lot of success stories. All success stories are stories of great failure. Soichiro Honda, പുള്ളി സ്റ്റാർട്ട് ചെയ്തതും ഫെയിലിയേഴ്സിൽ നിന്നാണ്. ബട്ട് ഫൈനലി എന്താണ് ഹോണ്ട കമ്പനിയുടെ ഫൗണ്ടറാണ്. സുയിച്ചിറോ ഹോണ്ട ഹാസ് ടോൾഡ് ദാറ്റ് സക്സസ് ഈസ് 99% ഫെയിലിയർ. നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, പക്ഷെ അതെല്ലാം എന്താണ് സക്സസ്സിലേക്കാണ്. ഈവൻ സുയിച്ചിറോ ഹോണ്ടയും എന്താണ് ഹോണ്ട ഫൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താ ഒരുപാട് ഫെയിലിയേഴ്സിൽ കൂടെയാണ് പോയത്. അപ്പോൾ ഈ ഒരു ഗേറ്റ് എക്സാം എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചേഞ്ചിങ് പോയിന്റ് ആണ്. നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഗേറ്റ് എക്സാം എഴുതിയാൽ എന്താ ഈസി ആയിട്ട് എന്താ ക്രാക്ക് ചെയ്യാം. അതിന് ഒരുപാട് ട്രിക്സ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം, എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാം, നെഗറ്റീവ് വരാണ്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ നിന്ന് എങ്ങനെ ഉത്തരം എടുക്കാൻ പറ്റും, കാൽക്കുലേറ്റഡ് ട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യം ഉണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ നിർത്തുന്നത് പെട്ടെന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം എന്താണ് നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. എളുപ്പത്തിൽ എങ്ങനെ എക്സാം എഴുതാൻ പറ്റും, എങ്ങനെ ക്രാക്ക് ചെയ്യാം, ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സെഷൻസ് എന്താ നമ്മുടെ ഫാക്കൽറ്റീസ് എന്താ നിങ്ങളെ ടീച്ച് ചെയ്യിക്കും. അപ്പോൾ നമ്മുടെ സെഷൻസ് എല്ലാം നിങ്ങൾ കാണുക, നിങ്ങൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് വാച്ച് ചെയ്യണമെങ്കിൽ എന്താ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് ഗേറ്റ് 2023 എക്സാം എന്താണ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ സ്റ്റുഡൻസ്, നമ്മുടെ ഗേറ്റിൻ്റെ 2021 ക്വാളിഫൈസ് റിസൾട്ട് കാണാൻ വേണ്ടി കൈൻഡ്ലി ചെക്ക് അവർ വെബ്സൈറ്റ്. സോ യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ വെബ്സൈറ്റ് onescoaching.com ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് കാണാം. അതിൽ 2021 ക്വാളിഫയേഴ്സിൻ്റെ ലിസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സി അജയ് മോഹൻ ഹു ഹാസ് obtained all India rank 26, applied electronics and instrumentation branch ആണ്. And you can see Thompson Paulos, electrical student ആണ്, who has achieved all India rank 66. അങ്ങനെ ഒരുപാട് ക്വാളിഫയേഴ്സ് ഉണ്ട്. യു ക്യാൻ സി ഇതേപോലെ തന്നെ എന്താണ് യു ക്യാൻ ഓൾസോ ബിക്കം എ ഗേറ്റ് ടോപ്പർ. നിങ്ങളുടെ ഡ്രീംസ് എന്താണ് അച്ചീവ് ചെയ്യുക. സോ സ്റ്റിക്ക് വിത്ത് us. നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും വാച്ച് ചെയ്ത് അതിൽ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് യു ക്യാൻ ഓൾസോ അച്ചീവ് ദ ഡ്രീം. So students, join once and crack GATE in your first attempt.